ഓണാഘോഷത്തിന്റെ ഭാഗമായി ജനൻ ടി വി സംഘടിപ്പിക്കുന്ന മെഗാ ഓണപ്പൂക്കള മത്സരം 2025 തിരുവനന്തപുരം മാൾ ഓഫ് ട്രാവൻകൂറിൽ പുരോഗമിക്കുകയാണ്. ഒന്നാം സമ്മാനം 1,00,000 രൂപയും രണ്ടാം സമ്മാനം 30,000 രൂപയും മൂന്നാം സമ്മാനമായി 20,000 രൂപയും ഉൾപ്പെടെ വമ്പൻ സമ്മാനങ്ങളാണ് വിജയികളെ കാത്തിരിക്കുന്നത്. മെഗാ ഓണപ്പൂക്കള മത്സരത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഓണപ്പൂക്കളം മത്സരം ജനൻ ടി വി സംഘടിപ്പിക്കുന്ന ഈ മെഗാ ഓണപ്പൂക്കള മത്സരം ആരംഭിച്ചിട്ടുണ്ടോ? പൂക്കളം ഇടാനായി നിരവധി ടീമുകൾ എത്തിയിട്ടുണ്ടല്ലോ. കൂടുതൽ വിശേഷങ്ങൾ പ്രജിത്ത്. വിനോദ്, 11:10 ആരംഭിച്ചത്. 3 മണിക്കൂർ നേരമാണ് ഇവർക്ക് അത്തപ്പൂക്കളം പൂർത്തിയാക്കാനുള്ള സമയം കൊടുത്തിരിക്കുന്നത്. അതാണ് 1 മണിക്കൂർ 35 മിനിറ്റ് കൂടിയാണ് ബാക്കിയുള്ളത്. ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള 9ഓളം ടീമുകളാണ് ഈ സ്ഥലത്ത് മത്സരിക്കുന്നത്. ഇതിൽ നമുക്ക് കാണാം എല്ലാവരും ആ പൂക്കളത്തിൻ്റെ പകുതിയോളമൊക്കെ ആയിട്ടുണ്ട്. പലയിടങ്ങളിലെ ആളുകൾ പൂട്ടിട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പലതരം എക്യുപ്മെൻറ്റുകൾ കൊണ്ട് ചിത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ഡിസൈനൊക്കെ പൂർത്തിയാക്കി പൂക്കളം പകുതിയോടെ ആയിട്ടുണ്ട് പല ടീമുകളുടെയും. ചിലയിടങ്ങളിൽ ഇപ്പോഴും മൊത്തത്തിൽ അത്ര സ്പീഡ് കുറഞ്ഞുള്ളവരുണ്ട്. തരുന്ന ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം അത്തപ്പൂക്കളത്തിൻ്റെ ഒരു പകുതിയോളം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഏകദേശ ഭംഗി ഒക്കെ വന്നു തുടങ്ങിയിട്ടുള്ള കാഴ്ചയാണ്. ഇപ്പോൾ കൂടുതൽ ആളുകൾ കൂടുതൽ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ നിരവധി ഡിസൈനുകൾ ഒരുക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതികൾ പൂക്കൾ അടുക്കിക്കൊണ്ടുള്ള അത്തപ്പൂക്കളത്തിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കാണാൻ നമുക്ക് കൃത്യമായി. ഏതായാലും ഇതിൻ്റെ ഏതാണ് മികച്ചതെന്നോ അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ ഭംഗിയെന്നോ എന്നോ നമ്മൾ പറയാൻ പോകുന്നില്ല. പക്ഷേ ഇവരുടെ ഒരു ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഇതിൽ പലതിലും നമുക്ക് കാണാൻ കഴിയും. കാരണം എന്താ, ഇപ്പോൾ ഈ നടുക്കിരിക്കുന്ന ആ ഒരു രൂപമുണ്ടല്ലോ, ആ അത്തപ്പൂക്കളത്തിൻ്റെ നടുക്കിരിക്കുന്ന രൂപം, അത് അക്കേഷ്യയുടെ പൂവാണെന്നാണ് പറയുന്നത്. അത് എങ്ങനെ അവരത് ശേഖരിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്കൊരു പുതിയ അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ നടുക്ക് വെച്ചിരിക്കുന്ന അക്കേഷ്യയുടെ പൂ അത് എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? അത് അക്കേഷ്യയുടെ നമ്മുടെ നാട്ടിൽ നിന്ന് മരത്തിൽ നിന്ന് പിടിച്ചപ്പോൾ 2 ദിവസം മുമ്പേ പറിച്ച് അത് ഉരുമ്മി വെച്ച സാധനമാണ്. അതുകൊണ്ടാണ് ഈ കളർ വ്യത്യാസം വരുന്നത്. അല്ലെങ്കിൽ ഇതേ കളറായിരിക്കും, മഞ്ഞ സെയിം കളറായിരിക്കും. 2 ദിവസം മുന്നേ ആകുമ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് വരും. അതിനോട്ട് അങ്ങനെ പ്രിപ്പറേഷനാണ്. അങ്ങനെ അതായത് 2 ദിവസം മുമ്പ് ഇത് ഈ അക്കേഷ്യയുടെ പൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ചെറുതാണ്. അത് എത്രത്തോളം വേണ്ടി വരുമെന്നൊക്കെ നമുക്ക് കൃത്യമായി. ഇപ്പോൾ ഇതാ ഒരു വശത്ത് ഒരു ടീമുണ്ട്. അതിൽ കൂടുതലൊരു പച്ച കലർന്ന ഒരു ഷെയ്ഡാണ് അതിലുള്ളത്. ഒരു അകത്തൊരു ഡിസൈനും ഒക്കെ ആയിട്ട് ഒക്കെ ഉള്ള ടീമാണ്. അവർ അതിൻ്റെ പകുതി പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ ടീമിനോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയാൻ നമ്മൾ ഈ ടീമിൻ്റെ അടുത്തേക്ക് വന്നതിനൊരു കാരണമുണ്ട്. ഇവിടെ 2 മുതിർന്ന ആളുകൾ ഈ ടീമിന് വേണ്ടിയിട്ടുള്ളൊരു പിന്നണിയിൽ നിന്നുകൊണ്ട് മുഴുവൻ നിയന്ത്രണമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് 2 പേരും ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. അമ്മ, എന്താ പേര്? എവിടുന്നാ വരുന്നേ? ഇതൊക്കെ ആരാ? ഇതൊക്കെ ഇതെന്നെ മരുമായി, അല്ലാതെ എൻ്റെ ചെറുമായി വിഘ്നേഷ്. മറ്റേ ഇതെൻ്റെ ചെറുമായി, അതെൻ്റെ ചെറുമായി, അതെൻ്റെ മോള്, അതെൻ്റെ മോയ്, അതെൻ്റെ മരുമോള് സരിത. അവിടുത്തെ കുടുംബാംഗങ്ങളാണോ? കുടുംബമായിട്ട് ഇറങ്ങിയേക്കാണോ മത്സരിക്കാൻ? ഞങ്ങൾ വീട്ടിൽ എല്ലാ മത്സരത്തിനും പങ്കെടുക്കും. പോവില്ല, വീട്ടിൽ ഇടും. ഓണത്തിന് 10 ദിവസവും കൂടുന്ന ആൾക്കാരാണ്. ഇപ്പോഴും ട്രഡീഷൻ ഇപ്പോഴും ഇപ്പം ഈ വർഷം ഇട്ടില്ല. അടുത്തൊരു മരണം നടന്നുകൊണ്ട് ഇട്ടില്ല. ഓണപ്പാട്ടൊക്കെ അറിയോ? ഓണപ്പാട്ട് എന്തായാലും അറിയാൻ. പാട്ട് മുട്ടായി വായി കിടക്കയിൽ ഇത്ര വെള്ളം കുടിക്കട്ടെ. നമുക്കൊരു ഓണപ്പാട്ട് പാടിത്തരാന്ന് പറയുന്നുണ്ട് വിനോദ്. പക്ഷേ അല്പം മുട്ടായി വായിലുണ്ട്. അപ്പോൾ അത് ഇച്ചിരി വെള്ളം ഒന്ന് കുടിച്ചോട്ടെ എന്നാണ് അമ്മ പറയുന്നത്. അതായത് അമ്മയുടെ വീട്ടിൽ എല്ലാ കാലത്തും ഓണം ഇടുന്നുണ്ട്. ഇപ്പോൾ ഇച്ചിരി മരണം ഉണ്ടായതുകൊണ്ട് മാത്രം ഓണപ്പൂക്കളം വീട്ടിലിട്ടിട്ടില്ല. പക്ഷേ കുടുംബത്തിലെ എല്ലാവരുമായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ജനൻ ടി വിയുടെ അത്തപ്പൂക്കള മത്സരത്തിൽ, ഓണപ്പൂക്കള മത്സരത്തിൽ മത്സരിക്കുക. അപ്പം അമ്മ ഇപ്പോൾ നമുക്ക് വേണ്ടി ഒരു ഓണപ്പാട്ട് പാടും. അത്തം തുടങ്ങിയാൽ 10 നാളെ കൊത്തുകളിച്ചു തകർത്തിടേണം, പന്തുകളിക്കണം തുമ്പിതുള്ളൽ, ചന്തത്തിൽ വേണം കരടിയാട്ടം. പോരെ. ഒരു ചെറിയ ഓണപ്പാട്ടൊക്കെ നമുക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. അമ്മയുടെ മരുമക്കളും ചെറുമക്കളും ഒക്കെയായി അങ്ങനെ ജനൻ ടി വിയുടെ ഓണാഘോഷത്തിൽ ജനൻ ടി വി നമ്മളെപ്പോഴും പറയാറുണ്ട് ജനൻ ടി വി ഒരു കുടുംബമാണ്. അപ്പോൾ ജനൻ ടി വിയുടെ കുടുംബത്തിൻ്റെ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ജനൻ ടി വി സംഘടിപ്പിക്കുന്ന ഈ അത്തപ്പൂക്കള മത്സരത്തിൽ, ഓണപ്പൂക്കള മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അങ്ങനെ ആളുകൾ പലയിടങ്ങളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ അനിലേട്ട, വീണ്ടും ഒരു ഘട്ടം കൂടി അനിലേട്ടിലേക്ക് ഒന്നുകൂടെ പോകണം. ഇനി എത്ര സമയം ബാക്കിയുണ്ടോ? 11:10 ഇത് തുടങ്ങിയത്. ഇപ്പോൾ 1 മണിക്കൂർ, ഏകദേശം 1.5 മണിക്കൂർ ആകാൻ പോകുന്നു. 2:10 ഇത് അവസാനിപ്പിക്കും. അപ്പോൾ എന്തായാലും രജിസ്റ്റർ ചെയ്തത് 15 ടീമുകളാണ്.
പക്ഷേ ഇപ്പോൾ പങ്കെടുത്തത് 10 പേര് ഇവിടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ടീം വന്നിട്ടില്ല ഇതുവരെയായിട്ട്. അവർ പൂ ഒക്കെ നിരത്തിയിട്ടുണ്ട്. പക്ഷേ 9 പേരിപ്പോൾ ഉണ്ട്, സ്ഥലത്തുണ്ട്. ഇതിൽ എനിക്ക് ശ്രദ്ധേയമായിട്ട് എടുത്തു പറയാനുള്ളത്, തിരുവനന്തപുരം റീജിയനിൽ ഉള്ളവർക്ക് തിരുവനന്തപുരം മാൾ ഓഫ് ട്രാവൻകൂറിൽ പങ്കെടുക്കാം എന്നുള്ളതാണ്. പക്ഷേ കാസർഗോഡ് നിന്നും തലശ്ശേരിയിൽ നിന്നും വന്നിട്ടുണ്ട്. അവർ ഈ 3 സ്ഥലങ്ങളിലും, അതായത് മറ്റന്നാൾ കൊച്ചിയിലും അതുപോലെ 30-ാം തീയതി കാലിക്കറ്റും അവർ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ എല്ലാം പ്രൊഫഷണൽസാണ്. ഇപ്പം പ്രജിത്ത് തന്നെ നോക്കൂ അല്ലേ, ആ ഡിസൈൻസ്, പിന്നെ മാത്രമല്ല അവരുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, അവരുടെ ഇൻവോൾവ്മെൻറ്റ്. ഇപ്പം നമ്മൾ പ്രതീക്ഷ പോലെ വെറുതെ വന്ന് പങ്കെടുത്ത് പൂക്കളിട്ട് പോകാമെന്നുള്ളതല്ല. അതുപോലെ അത്തപ്പൂക്കളം പ്രൊഫഷണലാക്കിയൊരു കുടുംബമുണ്ട്. ഒരു കുടുംബം തന്നെ. അപ്പോൾ അവർ മാത്രമല്ല, വേറെ ഞാനിതിൽ സംസാരിച്ചപ്പോൾ മനസ്സിലായത്, അതായത് സ്ഥിരമായിട്ട് ഈ പൂക്കള മത്സരത്തിൽ പോകുന്നവർ അവർ പല ജില്ലകളിലുള്ളവരാണ്. അങ്ങനെ പരിചയപ്പെട്ടവർ പല ജില്ലകളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഒരു ടീമായിട്ട് അവർ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഓണത്തിൻ്റെ ആ ഒരു സ്പിരിറ്റ്, പൂക്കള മത്സരത്തിൽ 1ാം സമ്മാനമായിട്ടുള്ള 50,000 രൂപ തന്നെ അടിച്ച് കൊണ്ടുപോകണം എന്നുള്ള അവരുടെ ആ ഒരു വില്ലുണ്ടല്ലോ, അതിന് ഹാറ്റ്സ് ഓഫ്. അപ്പം ജനൻ ടി വിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഓണപ്പൂക്കള മത്സരം സംഘടിപ്പിക്കുന്നത്. അത് ഇതിൻ്റെ ഈ ഒരു പാർട്ടിസിപ്പേഷനിലൂടെ തന്നെ വലിയ വിജയമായി. ഇനി ഇതുപോലെ എല്ലാ ഒബ്രോൺ മാളിലും ഹൈലൈറ്റ് മാളിലും, കാരണം അവിടെ നിരവധി ആളുകൾ ഇതിനകം രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ കൂടി കഴിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രജിസ്ട്രേഷൻ കൂടിയിരിക്കുകയാണ്. ഒരു കാര്യം കൂടി 30-35 നമ്പ്യാരോട് ചോദിക്കുക, ഇതിന്റെ ജഡ്ജസിനെ പറ്റി, ഇത് വിലയിരുത്തുന്ന ജഡ്ജസ്, അതിനെപ്പറ്റി കൂടി പ്രജിത് മോഹൻ. ഇതിന് 20 ടീം മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന് ഞങ്ങൾ അതിൽ നമ്മുടെ വിനോദ് ചോദിക്കുന്നത്, ആരൊക്കെയാണ് ഇതിൻ്റെ ജഡ്ജസ് എന്നാണ്, അവരെ പറ്റി കൂടി ഒന്ന് പറയാൻ കഴിയുമോ? ജഡ്ജസ് ലളിതകലാ അക്കാദമി മുൻ അംഗം കാരക്കാമണ്ഡപം വിജയകുമാർ, ആർട്ടിസ്റ്റാണ്, അറിയപ്പെടുന്ന ചിത്രകാരനാണ്. പിന്നെ ഷാജി എന്ന് പറഞ്ഞ പുള്ളി, അദ്ദേഹം ആർട്ടിസ്റ്റാണ്. പിന്നെ ഒരു മീന എന്ന് പറഞ്ഞ അവരും ആർട്ടിസ്റ്റാണ്. അവർ ഇതുപോലെ ഓണപ്പൂക്കള മത്സരങ്ങൾ നേരത്തെ ജഡ്ജസ് ആയിരുന്നവരാണ്. അപ്പോൾ അവരും ചില കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുകയുണ്ടായി, ഏതൊക്കെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാർക്ക് കൊടുക്കേണ്ടതെന്നുള്ളത്. ഞങ്ങൾ ആദ്യം പറഞ്ഞത് ഓണം തീം എന്നുള്ളതാണ്. തീം ഓണവുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം, അത് മസ്റ്റാണ്. പിന്നെ അസല പൂക്കൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് മാത്രമല്ല, ഈ ചെടികളുടെ ഇലകൾ നോക്കുമ്പോൾ അക്കേഷ്യ, അതുപോലും അതിൻ്റെ കളർ കണ്ടില്ലേ, ഒരു ഏകദേശം ഒരു ബ്രൗൺ. ഞാൻ ചോദിച്ചു, ഇത് വേറെ എന്തെങ്കിലും ഒരു നാച്ചുറൽ അല്ലാത്ത എന്തെങ്കിലും ഫ്ലേവറോ വല്ലതും ആണോ, കളറാണോ എന്നുള്ള ചോദിച്ചപ്പോൾ എല്ലാം പറഞ്ഞത് അക്കേഷ്യ കൊണ്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പരമാവധി സാധ്യതകൾ ഓണപ്പൂക്കള മത്സരത്തിൽ അങ്ങേയറ്റം പോകാം എന്നുള്ള ആ ഒരു ഉറച്ച ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പരമാവധി സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ 9 ടീമുകളും മാറ്റിരക്കിയാണ്. നമുക്ക് ഈ ഉളിയും കോമ്പസും പ്രൊട്രാക്ടറും ഒക്കെയാണ് ആയുധങ്ങൾ. പ്രജിത്ത് നേരത്തെ പരിചയം എടുത്ത് നടക്കുന്ന ഞാൻ കണ്ടു. അതെല്ലാം ഉപയോഗിച്ചിരിക്കുക. കാരണം മാത്രമല്ല, എത്ര പെട്ടെന്നാണ് അങ്ങനെ ഒരു ഡിസൈൻ അല്ലേ സൃഷ്ടിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ കലാബോധമുണ്ട് അല്ലേ, ആ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഫ്ലേവർ ഉണ്ട്. അതാണ് ഇവിടെ പ്രകടമാക്കുന്നത്. എന്തായാലും ഞങ്ങൾക്കും വലിയ സന്തോഷം ഇങ്ങനെ ഒരു വേദി ഇവിടെ ഒരുക്കി കൊടുക്കാൻ സാധിച്ചതിൽ. ഇത്രയും പേര് പങ്കെടുത്തു എന്നുള്ളതും വലിയ സന്തോഷം. ഒബ്രോൺ മാളിലും അതുപോലെ ഹൈലൈറ്റ് മാളിലും നമ്മൾ വരുന്നുണ്ട്, അവിടെയും പൊളിക്കാം. അങ്ങനെയാണ് ആദ്യ ഓണാഘോഷം, ഈ അത്തപ്പൂക്കള മത്സരമാണ് ജനൻ ടി വിയുടേത്. അത് വിജയിച്ചതിൻ്റെ ഒരു സന്തോഷം അല്ലേട്ടൻ്റെ മുഖത്ത് നമുക്ക് കാണാം. എന്തായാലും ഇവിടെ ഒരു വശത്ത് ടീമുകളുടെ പരിപാടികൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ ഡിസൈനുകൾ നമുക്ക് കാണാൻ കഴിയും. പൂക്കളത്തിൻ്റെ ഓരോ തരത്തിലുള്ള ഡിസൈനുകളാണ് ഓരോരുത്തരും ഒരുക്കുന്നത്. അങ്ങനെ ഇവിടെ കുറേ വനിതകൾ മാത്രം ഇരുന്നുകൊണ്ട് അത്തപ്പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. അവരുടേതായ ഒരു സിമ്പിൾ ഡിസൈൻ. അങ്ങനെ മത്സരം വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു. 2:10 വരെയാണ് ഇവർക്ക് അനുവദിച്ചിരിക്കുന്ന ടൈം. അതിനുള്ളിൽ ഈ അത്തപ്പൂക്കളം ഇടുന്നത് പൂർത്തിയാക്കി അവർ ആ പൂക്കളൊക്കെ, അതിൽ നിന്ന് ബാക്കി വരുന്ന പൂക്കളൊക്കെ മാറ്റിവെച്ച് അത്തപ്പൂക്കളം ജഡ്ജസിനായി വിട്ടുകൊടുക്കണം. അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെയാണ് പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാർ ചേർന്നൊരു ജഡ്ജസ് പാനലാണ് ഈ അത്തപ്പൂക്കളങ്ങളെല്ലാം വിലയിരുത്തുക. അതിനുശേഷമായിരിക്കും ഈ പറയുന്ന 1ാം സമ്മാനം നേടുന്ന വിജയാര് 1, 2, 3 സ്ഥാനങ്ങളിൽ വരുന്ന ആര് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുക. ഈ ഒരു അത്തപ്പൂക്കള മത്സരത്തോടു കൂടി, അല്ലെങ്കിൽ ഈ ഒരു ഓണപ്പൂക്കള മത്സരത്തോടു കൂടി ജനൻ ടി വി അവസാനിപ്പിക്കുന്നില്ല. കൊച്ചിയിലും കോഴിക്കോടുമെല്ലാം ഇതിലും വലിയ മത്സരങ്ങൾ, ഇതിലും വലിയ പാർട്ടിസിപ്പേഷൻ എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ പലയിടത്തും രജിസ്ട്രേഷനുകൾ പ്രതീക്ഷിച്ചതിലും കൂടുതലായിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് അല്പം
അല്പം മുമ്പ് നമ്മോട് അനിൽ നമ്പ്യാർ പറഞ്ഞത്. അങ്ങനെ വളരെ ആവേശപൂർവ്വം തിരുവനന്തപുരത്ത് ഇവിടെ എമ്മോട്ടിയിൽ നമ്മുടെ കൃത്യമായി ട്രാവൻകൂർ മാളിൽ കൃത്യമായി ഈ ആഘോഷങ്ങൾ മുന്നോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ അത്തപ്പൂക്കള മത്സരം സജീവമായി മുന്നോട്ട് പോവുകയാണ് വിനോദ്. ഓണാഘോഷത്തെ എല്ലാ അർത്ഥത്തിലും നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ജനൻ ടി വിയും. അതിൻ്റെ ഭാഗമായിട്ടാണ് 3 മേഖലകളായി തിരിച്ച് മെഗാ ഓണപ്പൂക്കള മത്സരം സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ആദ്യ മത്സരമാണ് തലസ്ഥാനത്ത് നടക്കുന്നത്. തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹനൻ.